السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فباب بيان غلظ تحريم شهادة الزور. قال الله تعالى: واجتنبوا قول الزور. وقال تعالى: ولا تقف ما ليس لك به علم. وقال تعالى: ما يلفظ من قول إلا لديه رقيب عتيد. وقال تعالى: إن ربك لبالمرصاد. وقال تعالى: والذين لا يشهدون الزور. സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, വിശ്വാസികളെ, റിയാദു സാലിഹീനിൽ കളവ് പറയുന്നതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്ന് നമ്മെ തെര്യപ്പെടുത്തുന്ന അധ്യായങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കേൾപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്ന അധ്യായം ബാബു ബയാനി ഗലദി തഹരീമി ഷഹാദത്തി സൂർ. ഷഹാദത്തു സൂർ എന്ന് പറഞ്ഞാൽ കള്ളസാക്ഷ്യം എന്നാണ്. സൂർ എന്ന് പറയുന്നത് കള്ള വാക്കുകള്, കള്ള പ്രവർത്തനങ്ങള്, വ്യാജമായ കൃത്രിമമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതാണ്. അതിൻ്റെ നിഷിദ്ധത എത്രത്തോളം കാഠിന്യമുള്ളതാണ്. അങ്ങനെ കള്ളസാക്ഷി പറയുക, കള്ളസാക്ഷ്യം വഹിക്കുക എന്ന കാര്യത്തിൻ്റെ ഗൗരവം എത്ര കഠിനമാണ് എന്ന് വിവരിക്കുന്ന അധ്യായമാണ് ഇമാം നവവി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഉപോത്ബലകമായി 5 ആയത്തുകൾ അദ്ദേഹം നൽകുന്നുണ്ട്. ഒന്ന്, സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ സൂക്തത്തിന്റെ ഒരു ഭാഗമായി വജ്തനിബൂ ഖൗലസ്സൂർ. എന്താണ് അല്ലാഹു അതിൽ വിശ്വാസികളോട് പറയുന്നത്? വജ്തനിബൂ, നിങ്ങൾ വർജിക്കുവീൻ, നിങ്ങൾ ഒഴിവാക്കുവീൻ, നിങ്ങൾ വിട്ടു നിൽക്കുവീൻ. എന്തിൽ നിന്ന്? ഖൗലസ്സൂർ, കള്ള വാക്കുകളിൽ നിന്ന്, കൃത്രിമ വാക്കുകൾ, കള്ള സംസാരങ്ങളെ നിങ്ങൾ വെടിയുക. വളരെ വ്യക്തമാണ് അതിലെ ആശയം. അതേപോലെ തന്നെ വളരെ വ്യക്തമാണ് ഈ സൂർ എന്ന് പറഞ്ഞാൽ ഷഹാദത്തു സൂർ, കള്ള സാക്ഷി നിൽക്കുക, കള്ളസാക്ഷി പറയുക എന്നുള്ളതൊക്കെ ഇന്ന് ധാരാളമായി ആളുകൾക്കിടയിൽ നടന്നു വരുന്ന നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു കാര്യമാണ്. പണ്ഡിതന്മാർ അതിൻ്റെ വിവരണം നൽകിയപ്പോൾ 3 വിധത്തിൽ ഇങ്ങനെ ഷഹാദത്തു സൂർ, കള്ളസാക്ഷി പറയൽ സംഭവിക്കും എന്നാണ് വിവരിച്ചിട്ടുള്ളത്. ഒന്ന്, ഷഹാദത്തു സൂരി അൻ യഷ്ഹദ ബിമാ യഅലമു അന്നൽ അംറ ബിഖിലാഫിഹി. അതായത് ഒരാൾ ഒരു കാര്യത്തിന് സാക്ഷി പറയുകയാണ്. എങ്ങനെയുള്ള കാര്യമാണ്? അയാൾക്ക് ആ വിഷയം അറിയാം, എന്ത് നടന്നത് നേരെ വിപരീതമാണ് എന്ന് അറിയാം. എന്നിട്ടും അയാൾ എന്ത് ചെയ്യാണ്? ആ കാര്യം അങ്ങനെ സംഭവിച്ചു എന്ന് അയാൾ കള്ളം പറയുകയാണ്. അതാണ് ഒരു രൂപം. ഔ യഷ്ഹദ, അല്ലെങ്കിൽ ഒരാൾ സാക്ഷ്യം വഹിക്കലാണ് ബിമാ ലാ യഅലമു, അയാൾക്ക് അറിയുന്നല്ല, എന്ത് അന്നൽ അംറ ബിഖിലാഫിഹി, അയാൾ ആ പറയുന്ന കാര്യം അത് നടക്കാത്തതാണോ, ഔ ബി വഫാത്തിഹി, അല്ലെങ്കിൽ അത് നടന്നതാണോ, സംഭവത്തോട് യോജിച്ചതാണോ യോജിക്കാത്തതാണോ എന്നൊന്നും അയാൾക്കറിയില്ല. എന്നിട്ടും അയാൾ എന്ത് ചെയ്യാണ്? ഒരറിവുമില്ലാത്ത കാര്യത്തിന് അയാൾ സാക്ഷി നിൽക്കുകയാണ്. ഔ, അതല്ലെങ്കിൽ 3-ാമത്തെ രൂപം യഷ്ഹദ, അയാൾ സാക്ഷി നിൽക്കലാണ് ബിമാ യഅലമു, അയാൾക്ക് നന്നായി അറിയാമെന്ത് അന്നൽ അംറ അലാ വഫാഖിഹി, കാര്യം ഇതേപോലെ തന്നെ ഒക്കത്തെയാണ് നടന്നിട്ടുള്ളത്, അയാൾ പറയുന്നത് പോലെയൊക്കെ സംഗതി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലാകിന്നഹു അലാ സിഫത്തിൻ ഗൈരിൽ വാഖിഇ, സംഭവിച്ചിട്ടില്ലാത്ത ഒരു വിശേഷണത്തോടെയാണ് അയാൾ പറയുന്നത്. ഇപ്പറയുന്ന 3 വിധത്തിലും പണ്ഡിതന്മാർ പറയാണ് ഹാദിഹി സലാസത്തു അഹ്വാൽ, ഈ 3 വിധത്തിൽ സാക്ഷി നിൽക്കലും വകുല്ലുഹാ ഹറാമുൻ, എല്ലാം നിഷിദ്ധമാണ്.
ലാ യഹില്ലു ലി ഇൻസാനിൻ, ഒരു മനുഷ്യന് അനുവദനിക്കപ്പെട്ടതല്ല അൻ യഷ്ഹദ ഇല്ലാ ബിമാ അലിമ അലൽ വജ്ഹില്ലദി അലിമഹു, കൃത്യമായിട്ട് അറിയാവുന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ സാക്ഷി നിൽക്കാവൂ, അല്ലാത്തത് പറയരുത്. ഏതെങ്കിലും ഒരാൾ ഇന്നൊരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് എന്ന് പറയാ, അയാൾക്കറിയാം അയാൾ ആ നുണയാണ് പറയുന്നത്, വലിയ പാപമാണത്, കള്ളസാക്ഷ്യമാണ് അയാളാ പറയുന്നത്. അതേപോലെ തന്നെ ഒരാൾക്ക് വേണ്ടി സാക്ഷി നിൽക്കുക. എന്തിനാണ് ഞാൻ സാക്ഷി നിൽക്കുന്നത്? ഇയാൾ ഫഖീറാണ്, അതുകൊണ്ട് ഇയാൾ സക്കാത്തിന് അർഹനാണ് എന്ന്, ഇയാൾക്ക് സക്കാത്ത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടി ഞാൻ മറ്റൊരാളുടെ മുമ്പിൽ സാക്ഷി പറയണം. വാസ്തവത്തിൽ ഇയാൾ സക്കാത്ത് വാങ്ങാൻ അർഹനല്ല, ഇയാൾ ധന്യനാണ്. എന്നിട്ട് നമ്മൾ അതോറിറ്റിയോട് ബന്ധപ്പെട്ട ആളുകളിൽ നിന്ന് സക്കാത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ സർട്ടിഫൈ ചെയ്യണത് ഇയാൾ ഫഖീറാണ്, കള്ളസാക്ഷി നിൽക്കലാണത്. അതേപോലെ തന്നെ ഇന്ന് ജനങ്ങളിൽ പല ആളുകളും ചെയ്യുന്ന പ്രവർത്തനമാണ്, ഒരു രാജ്യത്ത് ഇന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഇത്ര അംഗങ്ങളുള്ള കുടുംബങ്ങളുണ്ട്, അവർ വളരെ പ്രയാസത്തിലാണ് എന്നൊക്കെ സർട്ടിഫൈ ചെയ്യുക. അയാൾക്കറിയാം അയാൾ കളവാണ് പറയുന്നത്. ഇങ്ങനെ ഇതേപോലെ ഇത്തരം ഉദാഹരണങ്ങൾ ധാരാളമായി പറയാനുണ്ട്. വാസ്തവത്തിൽ ഇങ്ങനെ കള്ളസാക്ഷി നിൽക്കുമ്പോഴും ആളുകൾ കാണുന്ന ഒരു ന്യായീകരണമുണ്ട്. അതെന്താ? അന്നഹു നാഫിഉൻ ലി അഖീഹി വ അന്നഹു ബാറുൻ ബിഹി. ഞാൻ ആർക്ക് വേണ്ടിയാണോ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആർക്ക് അനുകൂലമായിട്ടാണോ ഞാൻ ഇങ്ങനെ കള്ളസാക്ഷ്യം പറയുന്നത്, അതിപ്പോൾ ഒരു തെറ്റൊന്നുമല്ല. കാരണം അയാൾക്കൊരു ഉപകാരം കിട്ടിയല്ലേ, ആ വ്യക്തിക്ക് എൻ്റെ ഒരു റെക്കമെൻഡ് കൊണ്ട്, എൻ്റെ ഒരു സാക്ഷി കൊണ്ട്, ഞാൻ വിറ്റ്നസ് സമർപ്പിക്കുന്നത് കൊണ്ട് അയാൾക്കൊരു ഉപകാരം കിട്ടല്ലേ, അതൊരു നല്ല കാര്യമല്ലേ എന്നാണ് പലരും ന്യായീകരിച്ചു ഒപ്പിക്കാറുള്ളത്. എന്നാൽ ശ്രദ്ധിക്കുക, വൽ വാഖിഉ അന്നഹു ളാലിമുൻ ലിനഫ്സിഹി വളാലിമുൻ ലിഅഖീഹി. ഇങ്ങനെ കള്ളസാക്ഷി പറയുന്ന ആളുകൾ മനസ്സിലാക്കണം, അയാൾ തനിക്കും ആർക്ക് വേണ്ടിയാണോ സാക്ഷി പറയുന്നതെങ്കിൽ അയാൾക്കും ഈ വ്യക്തി ദ്രോഹമാണ് ചെയ്യുന്നത്. ഒന്ന്, തന്നെ അയാൾ ദ്രോഹിക്കുകയാണ്. അതെന്താ? അവകാശമില്ലാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ആ വ്യക്തി കള്ളം പറയുന്നു, അതൊരു വൻപാപമാണല്ലോ. അത് അയാൾ തനിക്കെതിരെ വരുത്തി വെക്കുന്ന ദ്രോഹമാണ്. അതേ അവസരത്തിൽ തൻ്റെ സഹായം കിട്ടുന്നുണ്ടല്ലോ എന്ന് പറയുന്ന ആളെയും ഇയാൾ ദ്രോഹിക്കുകയാണ്. കാരണം എന്താണ്? അയാൾക്ക് അർഹതപ്പെടാത്തത് ഇയാൾ വാങ്ങിക്കൊടുക്കുകയാണ്. അപ്പൊ ബാത്തിലായ കാര്യമാണ് അയാൾക്ക് നേടിക്കൊടുക്കുന്നത്. ബാത്തിൽ ജീവിതത്തിൽ അനുഭവിച്ചാൽ അയാൾക്കത് ജീവിതത്തിൽ മുഴുവനും പ്രയാസകരമാണ്. പരലോകത്ത് അതിൻ്റെ പേരിൽ അയാൾ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരർത്ഥത്തിലും കള്ളസാക്ഷി പറയാൻ പാടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് സാക്ഷി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധം വേണം. ഞാനൊരാൾക്ക് അനുകൂലമായി കോടതിയിലോ മധ്യസ്ഥന്മാരുടെ മുമ്പിലോ ഞാൻ സംസാരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അയാളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്നതേ ഞാൻ പറയാവൂ. അതല്ലാതെ അയാൾക്ക് വേണ്ടി അയാളെക്കുറിച്ച് എനിക്ക് യാതൊന്നും അറിയില്ല, എന്നിട്ട് ഞാൻ പറയാ അയാൾക്ക് ഇന്ന അർഹതയുണ്ട്, അയാൾ ഇന്ന പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഇന്ന യോഗ്യതകളുണ്ട് എന്നൊക്കെ ഞാൻ ഇങ്ങനെ കളവ് പറയാം. അങ്ങനെ കള്ളം പറയുക, കള്ളസാക്ഷി നിൽക്കുക, കള്ളമായ പ്രവർത്തനങ്ങൾക്ക് കൂട്ടു നിൽക്കുക, ഇതൊക്കെ വ്യാപകമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്ന പദമാണ് ഷഹാദത്തു സൂർ, കള്ളസാക്ഷ്യം എന്ന് പറയുന്നത്. ഇത് വളരെ ഗുരുതരമായ പാപമാകയാൽ അത്തരം വ്യാജ വർത്തമാനങ്ങളെ നിങ്ങൾ വെടിയണമെന്നാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ പറഞ്ഞത്. ഫജ്തനിബു റിജ്സ മിനൽ ഔസാനി വജ്തനിബു ഖൗലസ്സൂർ. നിങ്ങൾ വ്യാജ വാക്കുകൾ വെടിയണം എന്ന് പറയുന്നതിന്റെ മുമ്പ് പറഞ്ഞത് എന്താണ്? മാലിന്യങ്ങളെ നിങ്ങൾ വെടിയണം, മിനൽ ഔസാനി, വിഗ്രഹങ്ങളാകുന്ന മാലിന്യങ്ങളെ. അപ്പൊ ശിർക്കിനോട് കൂട്ടിക്കെട്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കള്ളസാക്ഷ്യ വാക്കുകളെ വിശുദ്ധ ഖുർആൻ എടുത്ത് പറഞ്ഞതെങ്കിൽ എത്രത്തോളം ഗൗരവമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്ന് രാജ്യത്തൊട്ടാകെ ആളുകൾക്കൊന്നും ഇതിൽ യാതൊരു പ്രശ്നമല്ല. എൻ്റെ ഒരാളാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ടിക്കാരനാണ്, എൻ്റെ ഒരു കുടുംബമാണ്, എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് എന്നൊക്കെ മാത്രം ഞാൻ ചിന്തിച്ചുകൊണ്ട് നേർവിപരീതമായ കാര്യം ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കുകയാണ്. ഞാൻ അതിന് ജാമ്യം നിൽക്കുകയാണ്, ഞാൻ അതിന് സാക്ഷിയായിട്ട് നിൽക്കുകയാണ്. അതൊക്കെ വളരെ ഗുരുതരമായ പാപമാണ്. തനിക്കും അതുകൊണ്ട് ദോഷമുണ്ട്. ആർക്ക് വേണ്ടിയാണോ ഞാൻ ഈ വക്കാലത്ത് പറയുന്നത്, സാക്ഷ്യം പറയുന്നത്, അയാളെയും ഞാൻ ദ്രോഹിക്കുകയാണ്.
ഒരേ അവസരത്തിൽ രണ്ടു പേരുടെ പാപത്തിന്, തന്റെയും ആ വ്യക്തിയുടെയും കുറ്റത്തിന് ഇത്തരത്തിലുള്ള സാക്ഷികൾ കാരണമായി മാറുന്നത് കൊണ്ടാണ് ഇത് വൻ കുറ്റമായി തന്നെ ഇസ്ലാം നമുക്ക് എണ്ണി പഠിപ്പിച്ചു തരുന്നത്. വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ മറ്റൊരു സൂക്തം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഇസ്രായിലെ 36ാമത്തെ സൂക്തത്തിന്റെ ഒരു ഭാഗമാണ് അദ്ദേഹം നൽകിയത്. അതെന്താണ്? നമ്മൾ മുമ്പും വിവരിച്ചിട്ടുള്ള ഒരു ശകലമാണത്. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം. വലാ തഖ്ഫു, നീ പിന്തുടരരുത്, നീ പിന്നാലെ പോകരുത്. എന്തിനെ? മാ ലൈസ ലക ബിഹി ഇൽമുൻ, നിനക്കതിനെ കുറിച്ച് ഒരറിവില്ലാത്തതിൽ ഇടപെടാൻ പോകരുത്, അതിന്റെ പിന്നാലെ നീ പോകരുത്. ഇത് അള്ളാഹുവിന്റെ കൃത്യമായ നിരോധമാണ്. റബ്ബ് വിരോധിച്ചൊരു കാര്യം മഹാപാപമല്ലേ? അതിൽ പിന്നെ എങ്ങനെയാണ് ഇത്ര ഈസിയായി ആളുകൾ കടന്നു ചെല്ലുന്നത്? ഗൗരവത്തോടെ ഓർക്കണം. മൂന്നാമതായി മഹാനവറുകൾ കൊടുത്ത വചനം സൂറത്ത് ഖാഫിലെ 18ാമത്തെ സൂക്തമാണ്. നമ്മൾ മുമ്പും പഠിച്ചതാണ്. മായൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. നമ്മളൊരു വാക്കും മുരിയാടുന്നില്ല, നമ്മുടെ ഇരുവശങ്ങളിലുമായി എഴുതി തയ്യാറാക്കുവാൻ കാത്ത് തയ്യാറായി ഒരുങ്ങി നിൽക്കുന്ന സൂക്ഷ്മ നിരീക്ഷകന്മാരുണ്ടായിട്ടല്ലാതെ. അങ്ങനെ നിരീക്ഷിക്കുന്ന മലക്കുകളുണ്ട്, അവരത് രേഖപ്പെടുത്തൂലേ? കള്ളവാക്കുകൾ പറഞ്ഞാൽ, കള്ളസാക്ഷി പറഞ്ഞാൽ, കള്ളസാക്ഷി ഒപ്പിട്ടാൽ, കള്ളസാക്ഷി നിന്നാൽ അതൊക്കെ രേഖപ്പെടുത്തല്ലേ? അതുകൊണ്ട് അതും ഗൗരവമാണ്. നാലാമതായി അദ്ദേഹം നൽകിയ ആയത്ത് സൂറത്തുൽ ഫജ്റിലെ 14ാമത്തെ സൂക്തമാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, തീർച്ചയായും നിന്റെ രക്ഷിതാവ് ലബിൽ മിർസാദ്, വളരെ സൂക്ഷ്മമായി പതിയിരിക്കുന്നവൻ തന്നെയാണ്. വളരെ മിർസാദ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ജാഗ്രതയോടെ പതിയിരുന്ന വീക്ഷിക്കുന്നവനാണ് അല്ലാഹു. അതുകൊണ്ട് നമ്മളുടെ ഒരു തട്ടിപ്പും അവന്റെ അടുക്കൽ വിലപ്പോകൂല. എല്ലാം അവൻ നിരീക്ഷിക്കുന്നുണ്ട്, അവൻ വളരെ ജാഗ്രതയോടെ എല്ലാം അറിയുന്നുണ്ട് എന്ന മുന്നറിയിപ്പ്. അഞ്ചാമത് നൽകിയ വചനം സൂറത്തുൽ ഫുർഖാനിലെ 72ാം സൂക്തത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ എന്താണ് അല്ലാഹു പറയുന്നത്? വല്ലദീന ലാ യശ്ഹദൂന അസ്സൂർ. അവർ വിശ്വാസികളെ കുറിച്ചാണല്ലോ ആ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് പറയുന്നത്. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗനാ. ഇബാദുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ യഥാർത്ഥ ദാസന്മാരുടെ ഗുണഗണങ്ങൾ വിവരിക്കുന്ന ആയത്തുകളുടെ കൂട്ടത്തിൽ അള്ളാഹു പറയണത് വല്ലദീന, അവർ ഒരു കൂട്ടരുമാണ്. എന്താണ് അവരുടെ സ്വഭാവം? ലാ യശ്ഹദൂന അസ്സൂറ, കള്ള സാക്ഷ്യങ്ങൾക്ക് അവർ നിൽക്കുകയില്ല, അവർ കള്ള കാര്യങ്ങൾക്ക് സാക്ഷി നിൽക്കുകയില്ല. രണ്ട് അർത്ഥങ്ങൾ അവിടെയുണ്ട്. ഒന്ന് സൂറ്, കള്ളമായ കാര്യങ്ങൾക്ക് അവർ സാക്ഷികളായി വരൂല എന്നുള്ളതും, മറ്റൊന്ന് വ്യാജമായ തെറ്റായ സദസ്സുകളിൽ അവർ സാന്നിധ്യം ഉണ്ടാവുകയില്ല, അവരവിടെ ഹാജരാവുകയില്ല, അവരവിടെ പങ്കെടുക്കുകയില്ല എന്ന വ്യാഖ്യാനവും അവിടെയുണ്ട്. രണ്ടായിരുന്നാലും നമുക്ക് വിലക്കപ്പെട്ട കാര്യങ്ങളാണ് അള്ളാഹു ആ വചനത്തിലും എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു കള്ളത്തിന് കൂട്ടുനിൽക്കുവാൻ പാടില്ല. അത് ആർക്ക് വേണ്ടിയായിരുന്നാലും അത് ചെയ്യരുത് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഈ 5 വചനങ്ങളിലും അതിൻ്റെ ഗൗരവം നമുക്ക് ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അതിൻ്റെ ഗൗരവം നമ്മെ തെര്യപ്പെടുത്തുന്ന സൂക്തങ്ങളാണ് നമ്മൾ കേട്ടുകഴിഞ്ഞത്. ഇനി സഹോദരങ്ങളെ, ഇതിൽ ഒരൊറ്റ ഹദീസാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഉപോത്ബലകമായി നൽകിയിട്ടുള്ളത്. അത് ഉദ്ധരിക്കുന്നത് അബീബക്കറത്ത് റളിയല്ലാഹു അൻഹു ആണ്. അബീബക്കറത്ത് എന്ന് പറയുന്നത് മറ്റൊരു സഹാബിയുടെ പേരാണ്. അത് പ്രസിദ്ധനായ 1ാം ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല. അബീബക്കറത്ത് എന്ന പേരിൽ ഒരു സഹാബിയുണ്ട്. അദ്ദേഹം പറയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു. എന്താണ്? അവിടുന്ന് ഒരിക്കൽ ചോദിക്കുകയാണ് സഹാബിമാരോട്, അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിരി. റസൂലുള്ളാഹിന്റെ ചോദ്യം, അലാ ഉനബ്ബിഉകും, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ, ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ. നബ്ബഅ, അറിയിച്ചു തന്നു, വാർത്ത അറിയിച്ചു. നബഅ, വാർത്ത. അൻബാ, വാർത്തകൾ. ഉനബ്ബിഉ, ഞാൻ വാർത്ത അറിയിച്ചു തരട്ടെയോ, കും, നിങ്ങൾക്ക്.
എന്തിനെ കുറിച്ച്? ബി അക്ബരിൽ കബായിരി. വളരെ ശ്രദ്ധിക്കണം. ബി അക്ബരിൽ കബായിരി. കബായിർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? കബീറത്ത് ജമാണ് കബായിർ, വൻപാപങ്ങളാണ്. വൻപാപങ്ങളിൽ തന്നെ അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽ തന്നെ വലിയ പാപങ്ങൾ. എല്ലാ പാപങ്ങളും ഒരുപോലെ ഇല്ലല്ലോ. അള്ളാഹുവിന്റെ അടുക്കൽ പാപങ്ങൾ അതിന്റെ ഗൗരവത്തിനനുസരിച്ച് അതിന്റെ ശിക്ഷകൾ വളരെ ഗുരുതരമായതുണ്ട്. കുറച്ചൊക്കെ അതിനേക്കാൾ കുറച്ച് ഗൗരവം കുറഞ്ഞവയുണ്ടാകും. ഇങ്ങനെയൊക്കെ ഓരോ പാപങ്ങൾക്കനുസരിച്ചാണ് മഹാപാപങ്ങളുടെ ഗൗരവമേറുന്നത്. പരിമിതങ്ങളുടെ ആമുഖ ചോദ്യം എന്താണ്? വൻപാപങ്ങളിൽ ഏറ്റവും വലിയ പാപങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? സഹാബത്തിനോടുള്ള ചോദ്യം കേട്ടപ്പോൾ സഹാബത്ത് പറയാണ്, ഖുൽനാ, ഞങ്ങൾ പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതെ പറഞ്ഞു തന്നാലും അവിടുന്ന് പറഞ്ഞു തരൂ ഞങ്ങൾക്ക് വൻപാപങ്ങൾ ആരാണ്, എന്താണ്, എന്തൊക്കെയാണ് ആ പാപങ്ങൾ എന്ന്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ 3 കാര്യങ്ങളെ ഇതിലെടുത്തു പറഞ്ഞുള്ളൂ. ഒന്നാമത്തത് അവിടുന്ന് പറഞ്ഞത് അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊറുക്കൂല എന്ന് പറഞ്ഞ മഹാപാപം കടുത്ത അക്രമമാണെന്ന് വിശുദ്ധ ഖുർആൻ ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പറഞ്ഞ പാപം. ശിർക്കോടുകൂടി തൗബ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടുവെങ്കിൽ അവന് കാലാകാലം നരകത്തിൽ ശാശ്വതവാസിയാണെന്ന് പറയപ്പെട്ട പാപം. അങ്ങനെ മരണപ്പെട്ടു പോയ ഒരാൾക്ക് വേണ്ടി പാപമോചന തേട്ടം പോലും നടത്താൻ പാടില്ല എന്ന് പറയപ്പെട്ട ഗുരുതര പാപം. സ്വർഗം നിഷിദ്ധമാണവർക്ക് എന്ന് അള്ളാഹു ഗൗരവത്തോടെ പറഞ്ഞിട്ടുള്ള പാപം. ആ വിധത്തിലെല്ലാം ഗുരുതരമാണ്. എന്ത്? എല്ലാ അമലുകളും പൊളിഞ്ഞു പോകും ഇത് ഉണ്ടായാൽ എന്ന് പറയപ്പെട്ട പാപം. വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഇതാണ്ട് വന്നു പോയാൽ, തൗബ ചെയ്യാതെയാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അവന്റെ എല്ലാ കർമ്മങ്ങളും എത്ര മലയോളം ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ റസൂലടക്കമുള്ള മുഴുവൻ നബിമാരോടും അല്ലാഹു പറഞ്ഞിട്ടുള്ള ഗുരുതര പാപം. അതാണ് ഏറ്റവും ടോപ്പ് പാപം, അൽ ഇശ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്നുള്ളതിൽ ഇന്ന് ആളുകൾ മത്സരിച്ചു മുന്നേറുകയാണ്. റഹ്മാനായ റബ്ബിന്റെ മാത്രമുള്ള ഗുണവിശേഷണങ്ങളെ അള്ളാഹുവിന് വേണ്ടപ്പെട്ടവരായ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ പ്രവാചകന്മാരുടെ പേരിലും അതുപോലെ തന്നെ പുണ്യാത്മാക്കൾ എന്ന് പറയപ്പെടുന്നവരുടെ പേരിലുമൊക്കെ ചാർത്തിക്കൊടുക്കുന്ന ഒരു ലോകമാണ്. പടച്ചോനാണവർ എന്ന് വരെ പറയുകയാണ്. ഇന്ന് ആളുകൾക്ക് അതിനൊന്നും ഒരു മടിയുമില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ കോഴിക്കോടുകാരനായ മടവൂർക്കാരനായ വ്യക്തിയെ മടവൂരാണ് പടച്ചോൻ, ഞങ്ങളെ പടച്ചോൻ എന്ന് പറയാൻ വരെ ധാർഷ്ട്യം കാണിച്ച ഒരു സമൂഹമാണ് വളർന്നു വരുന്നത്. അതിനെയൊന്നും എതിർക്കാൻ ഇന്ന് അവർക്കൊന്നും കഴിയില്ല. കാരണം അവരുടെ വിശ്വാസത്തിന്റെ പിഴവ് ആദ്യമേ അവർ സമൂഹത്തിന്റെ മുമ്പിൽ വ്യക്തമാക്കിയതാണ്. അതായത് അള്ളാഹുവിനും കഴിവുണ്ട്, മറ്റുള്ളവർക്കും എല്ലാത്തിനും കഴിയും. അള്ളയും എല്ലാം കേൾക്കും, മറ്റുള്ളവരും എല്ലാം കേൾക്കും. അള്ളാഹു എല്ലാം കാണുന്നത് പോലെ മറ്റുള്ളവരും എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. എന്തേ വ്യത്യാസമുള്ളൂ? അള്ളാഹുവിൻ്റെ കഴിവുകളെല്ലാം അവൻ്റെ സ്വയം കഴിവാണ്. മറ്റുള്ളവരുടെ കഴിവുകളൊക്കെ അള്ളാഹു നൽകിയ കഴിവുകളാണ് എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പിന്നെ നബിമാരെ കുറിച്ചോ മഹാത്മാക്കളെ കുറിച്ചോ നമുക്ക് എന്തും അവരുടെ മുമ്പിൽ ചോദിക്കാം, ഏത് വിധത്തിലും അവരുടെ മുമ്പിൽ വിനയം പ്രകടിപ്പിക്കാം. എന്തു മാത്രമേ വ്യത്യാസമുള്ളൂ? അള്ളാഹുവിൻ്റെ കഴിവുകളൊക്കെ അവൻ്റെ സ്വതന്ത്രമാണ്, സൃഷ്ടികളുടെ കഴിവുകളൊക്കെ അവൻ കൊടുത്തതാണ് എന്ന് ആ വ്യത്യാസം മനസ്സിലാക്കി കഴിഞ്ഞാൽ അള്ളാഹുടെ ഏത് കഴിവും കൊടുക്കുക. അള്ളാഹ് കൊടുക്കുന്ന കഴിവിന് പരിധിയൊന്നുമില്ല. അങ്ങനെ ഒരു പരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമെന്നൊക്കെ പലരും നമ്മോട് ചോദിച്ചു. ഇപ്പോൾ അവർക്ക് പോലും ഉൾക്കൊള്ളാനാവാത്ത വാദങ്ങളാണിപ്പോ വേറൊരു വിഭാഗം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഒരാളെ കുറിച്ച് പടച്ചവനാന്ന് അവർ പറഞ്ഞിരുന്നില്ല. ഇപ്പോ മടവൂര് അതേപോലെയുള്ള ആളുകളെ കുറിച്ചൊക്കെ ഒരു പടച്ചവനാണ് എന്ന് പറയാൻ തുടങ്ങി. അത് പറയുന്നവർക്കുള്ള ദുർന്യായം എന്താണ്?
അള്ളാഹുവിന്റെ എല്ലാ കഴിവും ഇവർക്കും കൊടുക്കാലോ. അപ്പൊ പടക്കുക എന്നുള്ള, സൃഷ്ടിക്കുക എന്നുള്ള, ഖൽഖ് എന്ന് പറയുന്ന ആ ഒരു പ്രത്യേകമായ കഴിവ് അള്ളാഹുവിൻ്റെത് മാത്രമാണ്. എന്നാൽ അള്ളാഹുവിനത് വേറുള്ളവർക്കും വിട്ടുകൊടുക്കാം. അങ്ങനെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പടക്കാനുള്ള കഴിവ് അള്ളാഹു മറ്റൊരാൾക്ക് കൊടുത്തു എന്ന അർത്ഥത്തിൽ അയാൾ പടച്ചവനാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ അതിന് പറയാനുള്ളത് എന്ന് ആ വിഭാഗം ഈ വിഭാഗത്തോട് ചോദിക്കുക വരെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആലോചിച്ചു നോക്കുക. നമ്മൾ മുമ്പും ഈ അപകടം മണത്തുകൊണ്ട് തന്നെയാണ് മുമ്പേ പറഞ്ഞത്. അള്ളാഹുവിൻ്റെ കഴിവുകളൊന്നും തന്നെ അവൻ മറ്റൊരാൾക്ക് ഒരു സെക്കൻഡ് നേരത്തേക്ക് പോലും വിട്ടുകൊടുക്കുന്നില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പക്ഷികളെ അതല്ലെങ്കിൽ മരണപ്പെട്ടവരെ ജീവിപ്പിച്ചു എന്ന അത്ഭുത സംഭവം മഹാനവറുകളിലൂടെ പ്രകടമാക്കിയത് അള്ളാഹുവാണ്. ഏതെങ്കിലും ഒരു അല്പനേരത്തേക്ക് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ജീവനിടിക്കുക, സൃഷ്ടിക്കുക എന്നുള്ള കഴിവ് ഈസാ അലൈഹിസ്സലാമിന് വിട്ടുകൊടുത്തതല്ല. മറിച്ച് ഈസാ അലൈഹിസ്സലാം എന്തേ ചെയ്യുന്നുള്ളൂ? മരിച്ചു കിടക്കുന്ന വ്യക്തിയോട് ഖും ബിഇദ്നില്ലാഹ്, അള്ളാഹുവിന്റെ അനുമതി പ്രകാരം നീ എഴുന്നേൽക്കൂന്ന് പറയൽ മാത്രമേ ഈസാ അലൈഹിസ്സലാമിന്റെ പ്രവൃത്തിയുള്ളൂ. അവിടെ ആ മയ്യത്തിന് ജീവൻ നൽകി അതിനെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മാത്രം കഴിവാണ്. ഇതൊക്കെ മുഅ്ജിസത്തുകളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടുള്ള വലിയ അപകടകരമായ വാദങ്ങളിലേക്കാണ് ഇന്ന് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ വ്യക്തമായി പഠിക്കണം സഹോദരങ്ങളെ. അതുകൊണ്ട് തനിച്ച ശിർക്കിലേക്ക്, കുഫറിലേക്ക് സമൂഹം കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുമ്പോൾ വൻ പാപങ്ങളിൽ ഏറ്റവും വലിയ പാപം അൽ ഇശ്റാഖു ബില്ലാഹ്, അല്ലാഹുവിൽ പങ്കുചേർക്കലാണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഗൗരവത്തോടെ എന്താണ് ശിർക്ക് എന്ന് നമ്മൾ അറിയണം. ആ ശിർക്കിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന ജനതയോട് പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൻ്റെ ഗൗരവം നമ്മൾ പഠിപ്പിച്ച് അവരെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങളിൽ നമ്മൾ ഏർപ്പെടണം. എത്ര പേരതിന് അനുസരിക്കുന്നു, വിയോജിക്കുന്നു എന്നുള്ളത് നമ്മൾ നോക്കേണ്ടതില്ല. നമ്മുടെ ഉത്തരവാദിത്തം സത്യത്തെ കേൾപ്പിക്കലും പ്രചരിപ്പിക്കലും എത്തിക്കലുമാണ്. ഒരു മനുഷ്യ മനസ്സിൽ മാറ്റം വരുത്തേണ്ടത് ആ മനസ്സിന്റെ ഉടമയും സൃഷ്ടാവുമായ അള്ളാഹു മാത്രമാണ്. നമുക്കതിന് കഴിവില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ശിർക്കാണ് മാരകമായ ഏറ്റവും വലിയ പാപം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടോ. വൻ പാപങ്ങളിൽ വലുത് എന്ന് പറഞ്ഞില്ലേ, ഒന്ന് തന്നെ എണ്ണിയത് അൽ ഇശ്റാഖു ബില്ലാഹ്. അപ്പൊ നമ്മൾ ആ വിഷയത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത് അവിടുന്ന് ചേർത്ത് പറഞ്ഞ കാര്യം എന്താണ്? വഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. കണ്ടോ, ശിർക്ക് കഴിഞ്ഞാൽ പിന്നെ അടുത്ത പാപം പറയുന്നത് ഏതാണ്? മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുക. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനോട് നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ ഉടനെ പറയുന്നത് ആർക്ക് നന്ദി ചെയ്യാനാ? അനിഷ്കുർലി, നീ എനിക്ക് നന്ദി ചെയ്യുക. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും. അള്ളാഹുവിനെ മാത്രമാണ് നീ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞ ഉടനെ അള്ളാഹു പറയുന്നത് എന്താണ്? വഖദാ റബ്ബുക അല്ലാ തഅ്ബുദൂ ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് ഇഹ്സാൻ ചെയ്യണം, നന്മ ചെയ്യണം, പുണ്യം ചെയ്യണം എന്ന്. ആ പുണ്യകരമായ കാര്യത്തിന് വിരുദ്ധമായി അവരെ കരയിപ്പിക്കുന്ന, അവരെ വിഷമിപ്പിക്കുന്ന, റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ അവർ പറഞ്ഞാൽ അതുപോലും അനുസരിക്കാത്ത ആ വിധത്തിൽ റബ്ബിനെയും ധിക്കരിക്കുന്നു, അവരെയും ധിക്കരിക്കുന്നു. കടുത്ത പാപമാണത്. അങ്ങനെ ഉഖൂഖുൽ വാലിദൈൻ വലിയ പാപമാണ്. മരിക്കുന്നതിൻ്റെ മുമ്പ് ദുന്യാവിൽ വെച്ച് തന്നെ മനുഷ്യൻ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. തൗബ ചെയ്തിട്ടില്ലെങ്കിൽ മാതാപിതാക്കളുടെ കണ്ണുനീർ അത് വലിയ അപകടം ചെയ്യും. അതുകൊണ്ട് തന്നെ അറിഞ്ഞുകൊണ്ട് അവരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കുവാനോ ഒരാളും തയ്യാറാകുവാൻ പാടില്ല. കാരണം അത് അക്ബറുൽ കബായിറിൽ, പാപങ്ങളിൽ വലിയ പാപങ്ങളിലാണ് ഇവിടെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത്. അങ്ങനെ ഈ രണ്ടെണ്ണം അങ്ങനെ പറഞ്ഞതിന്റെ ശേഷം മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ സംഭവം നമുക്ക് ഉദ്ധരിച്ചു തരുന്ന സഹാബി പറയാണ്, വകാന മുത്തക്കിഅൻ. ഇത് രണ്ടും പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ ഒരു അല്പം ഒന്ന് ചാരി ഇരിക്കുകയായിരുന്നു, ഒന്ന് ചാരി കിടക്കുകയായിരുന്നു അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ. ഫജലസ, അതിന്റെ അടുക്ക് കണ്ടിക്കണ ഇത് രണ്ടും പറഞ്ഞതിന് ശേഷം എഴുന്നേറ്റിരിക്കുന്നു.
പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. അപ്പൊ വിഷയത്തിന്റെ ഗൗരവം ഒന്നും കൂടി ചേർത്തുഞ്ഞി ഒരു കാര്യം കൂടി പറയാണ്. കാരണം എന്താ, അത് പ്രത്യേകം ഗൗരവമായിട്ട് എടുത്തു പറയുന്നത്. ഇപ്പൊ ശിർക്കും മാതാപിതാക്കളോടുള്ള അവരെ ഉപദ്രവിക്കലൊക്കെ എല്ലാവർക്കും അറിയാ തെറ്റന്നെയാണ്. പക്ഷെ തെറ്റാണെന്ന് തോന്നാതെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് സമൂഹത്തിൽ വല്ലാതെ നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ അതിന്റെ ഗൗരവം സൂചിക്കാൻ വേണ്ടി അതുവരെ അങ്ങനെ അല്പ ചാരിക്കിടന്ന് സംസാരിച്ചിരുന്ന മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഫജലസ. അതിൽ പറഞ്ഞതിന് ശേഷം പിന്നെ നബി എഴുന്നേറ്റിരുന്നിട്ട് ഫഖാല, അവിടുന്ന് പറഞ്ഞു, അലാ വഖൗലുസ്സൂർ, അലാ വഖൗലുസ്സൂർ, അലാ വഖൗലുസ്സൂർ. ഇങ്ങനെ ആവർത്തിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ പറയുന്നത്? അലാ, അറിയണേ, വഖൗലുസ്സൂർ, കള്ളസാക്ഷ്യം, കള്ളവാക്കുകൾ, കള്ളവർത്തമാനങ്ങൾ, കൃത്രിമത്തിന് കൂട്ടുനിൽക്കൽ, കൃത്രിമമായ വാക്കുകൾ, കൃത്രിമമായ പ്രവർത്തനങ്ങൾ, അതിങ്ങനെ പറയാ നബി. അള്ളാന്റെ റസൂൽ അത് പറയുന്നതിനെ കുറിച്ച് സഹാബത്ത് പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ ആ വാചകം ആവർത്തിക്കാൻ തുടങ്ങി. കെററ എന്ന് പറഞ്ഞാൽ എന്താ? ആവർത്തിച്ചു. തെക്റാർ എന്ന് പറഞ്ഞാൽ എന്താ? റിപ്പീറ്റ് ചെയ്യണം. അള്ളാഹുവിന്റെ റസൂൽ ആ പദം ഇങ്ങനെ ആവർത്തിക്കാൻ തുടങ്ങി. ഏത് പദം? അലാ വഖൗലുസ്സൂർ, അലാ വഖൗലുസ്സൂർ, അലാ വഖൗലുസ്സൂർ. ഇങ്ങനെ പറയുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്ത് പറയുന്നത് കേട്ടിട്ട് ഞങ്ങൾക്ക് പേടിയായി. ഹത്താ ഖുൽനാ, എത്രത്തോളം നബി അത് ആവർത്തിച്ചു, ഞങ്ങൾ പറയുന്നത് വരെ ഞങ്ങൾക്ക് മനസ്സിൽ ഞങ്ങൾ പറഞ്ഞു, ലൈതഹു സക്കത, നബി ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ, സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി പറയാതിരുന്നെങ്കിൽ, ഇതിന്റെ ഗൗരവം കൊണ്ട് പേടിച്ചിട്ട് നബി ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ, ഒന്ന് മൗനം പാലിച്ചെങ്കിൽ എന്ന് വരെ ഞങ്ങൾ പറഞ്ഞു പോയി, ഞങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഉണ്ടായി എന്ന് മഹാനായ സഹാബി ഈ ഹദീസ്, ഈ സംഭവം നബി തങ്ങൾ പറഞ്ഞപ്പോഴുണ്ടായ ഗൗരവതരമായ അവസ്ഥയെ നമുക്ക് വിവരിച്ചു തന്നിരിക്കുകയാണ്. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണിത്. മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്. നോക്കണം സഹോദരങ്ങളെ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് പറഞ്ഞു, മാതാപിതാക്കളെ ധിക്കരിക്കൽ പറഞ്ഞു. മൂന്നാമത്തത് കുറച്ചും കൂടെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്താൻ എന്താ കാരണം? ജനങ്ങൾ ഇന്ന് അധികം വല്ലാതെ വീണു പോകുന്നുണ്ട്. മാത്രമല്ല ജനങ്ങൾ അതൊന്നും അത്ര കാര്യമാക്കുന്നില്ല. ഒരു ഈസി ആയിട്ടാണ് കള്ളസാക്ഷി നിൽക്കാൻ കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒപ്പിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അതിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വർത്താനം പറയുക, അല്ലെങ്കിൽ അതിന് അനുകൂലമായൊരു മെസ്സേജ് കള്ളസാക്ഷ്യമായിട്ട് അയക്കുക. അതൊക്കെ ഇപ്പോഴത്തെ കാലത്തൊക്കെ നിസ്സാരമായിട്ട് കാണണം. എന്നാൽ അങ്ങനെ നിസ്സാരമായിട്ട് കാണേണ്ട കാര്യമല്ല എന്ന് ജനങ്ങളെ തെര്യപ്പെടുത്താനാണ് അതുവരെ ഇങ്ങനെ ചാരിക്കിടന്നിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് എഴുന്നേറ്റിരുന്ന് ഗൗരവത്തോടുകൂടെ സംസാരിച്ചത് എന്ന് ഇത് വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കള്ളസാക്ഷ്യം ആരുടെയെങ്കിലും ജീവിതത്തിൽ കള്ളവർത്തമാനങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഫഅലൽ ഇൻസാനി അൻ യതൂബ ഇലല്ലാഹി അസ്സ വജല്ല മിൻ ഹാദാ, ഈ മഹാപാപത്തിൽ നിന്ന് അവൻ എത്രയും വേഗം പശ്ചാത്തപിച്ച് മടങ്ങേണ്ടതുണ്ട്. ലിയന്നഹു യതളമ്മനു കമാ ഖുൽതു, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, ഇത് ശറഹ് ചെയ്യുന്ന മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ആവർത്തിക്കുകയാണ്, അയാള് ളലമ നഫ്സഹു, തന്നോട് തന്നെ ഇതിലൂടെ അക്രമം പ്രവർത്തിക്കുന്നു. വളലമ മൻ ശഹിദ ലഹു, ആർക്ക് വേണ്ടിയാണ് അയാൾ ഈ ഒപ്പിട്ട് കൊടുക്കുന്നത്, സാക്ഷി പറയുന്നത്, സാക്ഷി നിൽക്കുന്നത്, റെക്കമെൻഡ് ചെയ്യുന്നത്? അയാളെയും ഇയാൾ ഒരേ അവസരത്തിൽ തന്നെയും അയാളെയും ദ്രോഹിക്കുകയാണ്. അടുത്ത തെറ്റാണത്. അതുകൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങിക്കൊള്ളണം എത്രയും വേഗം, ഇല്ലെങ്കിൽ അതിന് കനത്ത വില നൽകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഗൗരവത്തെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ വചനത്തെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഏറ്റവും വലിയ പാപമായ ശിർക്ക്, അതുപോലെ തന്നെ മാതാപിതാക്കളോടുള്ള കടമകൾ നിർവഹിക്കാതെ വീഴ്ച വരുത്തുക, അതിനോടൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇത്തരത്തിലുള്ള വ്യാജ വർത്തമാനങ്ങൾക്ക് കൂട്ടുനിൽക്കുക, വ്യാജമായ കാര്യങ്ങൾ കരുനിൽക്കുക, നീതി വിട്ട് കളിക്കരുതെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. വിശ്വാസികളെ, കൂനു ഖവ്വാമീന ബിൽ ഖിസ്തി, നിങ്ങൾ നീതിയുടെ വക്താക്കളായി നിലകൊള്ളണം. അതൊരു പക്ഷേ നിങ്ങൾക്കെതിരായാലും, മാതാപിതാക്കൾക്കെതിരായാലും, സന്താനങ്ങൾക്കെതിരായാലും, ബന്ധുക്കൾക്കെതിരായിരുന്നാലും, ആർക്കെതിരായിരുന്നാലും
നിങ്ങളെന്തേ നീതിയുടെ പക്ഷത്തെ നിലനിൽക്കാവൂ എന്നൊക്കെ പറയുന്നു. ഒരു കള്ളത്തിനും ഒരു കളവിനും കള്ളപ്രവർത്തനങ്ങൾക്കും അരുനിൽക്കരുത് എന്നുള്ള ഗൗരവമായ താക്കീതുകളാണ് വിശുദ്ധ ഖുർആൻ എമ്പാടും നമുക്ക് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊക്കെ മുഖവിലക്കെടുത്തുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെയും ജീവിതത്തെ നാം ഓരോരുത്തരും പരിശോധിക്കുക. ഏതെങ്കിലും ഘട്ടങ്ങളിൽ ഏതെങ്കിലും താല്പര്യങ്ങളുടെ പേരിൽ ഈ സൂറായ കാര്യങ്ങൾക്ക് വേണ്ടി, സൂർ എന്ന് പറഞ്ഞാൽ കൃത്രിമമായ കള്ളത്തരങ്ങൾ, വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അതിനനുകൂലമായ നിലക്ക് നമ്മൾ ഒരിക്കലും ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ചായുന്നവരവസ്ഥ വരാതിരിക്കാൻ ജാഗ്രതയുള്ളവരായി മാറണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തി ഇന്നത്തെ ഈ വിവരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കുവാനും സത്യസന്ധത ജീവിതത്തിലെ മുഖമുദ്രയാക്കുവാനും അസത്യത്തിന് കൂട്ടുനിൽക്കുവാനോ സാക്ഷി നിൽക്കുവാനോ അരി നിൽക്കുവാനോ ഒരിക്കലും തയ്യാറാവാത്ത വിധത്തിലുള്ള ഒരു ഈമാനികമായ ദാർഢ്യത നമുക്കെല്ലാം പ്രദാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് നമ്മയെല്ലാം അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും അവൻ പുറത്തു തരുമാറാകട്ടെ. മാരക രോഗങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ രോഗികൾക്ക് അല്ലാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.